ചേട്ടാ 12 വയസ്സുകാരനെ നിരന്തരമായി പീഡിപ്പിക്കുന്ന ഒരു പിതാവ്. പീഡനം എന്ന് പറഞ്ഞാൽ ചുമ്മാ അടിക്കുന്നതൊന്നുമല്ല, ക്രൂരമായി ഉപദ്രവിക്കുക. ഉപദ്രവം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വിഷമാവും. പത്തനംതിട്ടയിൽ നിന്ന് പുറത്തു വരുന്ന പുതിയ ന്യൂസാണിത്. എന്താണ് ആ ന്യൂസിൻ്റെ പുതിയ വിവരങ്ങളൊക്കെ? നമ്മുടെ നാട്ടിൽ ഈ അടുത്തായിട്ട് ഇങ്ങനെ കുട്ടികളെ ഉപദ്രവിക്കുക, പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ രണ്ടാനമ്മയാണ് കൂടുതലും ഇങ്ങനെ കുട്ടികളെ ഉപദ്രവിക്കുന്ന. അത് കഥകളിലും അങ്ങനെയാണല്ലോ, സിനിമകളിൽ ക്രൂരയായ രണ്ടാനമ്മ സിനിമകളിലും അങ്ങനെയാണ്. പോകെ പോകെ അത് സ്വന്തം മാതാപിതാക്കൾ കുട്ടികളെ അതിക്രൂരമായി ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് കേരളം മാറിയിരിക്കുന്നു. അതിനെക്കുറിച്ച് പഠിക്കണം യഥാർത്ഥത്തിൽ. ഈ കുട്ടികളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്ത് ഒരു കാരണം, കുട്ടികൾ നമ്മൾ എപ്പോഴായാലും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മളെ ഒരാളോട് ദേഷ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അകാരണമായി അയാളെ ആക്ഷേപിക്കുകയോ വഴക്ക് പറയുകയോ ഒക്കെ ചെയ്യുന്നത് അയാൾ തിരിച്ച് പ്രതികരിക്കാത്തപ്പോഴാണ്. തിരിച്ച് ഇങ്ങോട്ട് പ്രതികരിക്കുന്ന ഒരാളോട് പിന്നെ നമ്മൾ പറയാൻ നിൽക്കുമോ? അയാൾ പ്രതികരിക്കും എന്ന് കണ്ടാൽ നിൽക്കുക. അതായത് അയാൾ നമ്മുടെ ഒരു അടിമയാണ്, നമ്മൾ പറയുന്നത് മുഴുവൻ കേൾക്കാനുള്ള ഒരാളാണ്. പ്രതികരിക്കാത്ത ഒരാളെ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഈ കുട്ടികളെ അങ്ങനെയാണ്. കുട്ടികൾക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ള ശേഷിയില്ല, അവരാകെ പ്രതികരിക്കുന്ന കരയുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ ജീവിതത്തോടുള്ള നിരാശയും ദേഷ്യവും എല്ലാം ഈ കുഞ്ഞിനോടാണ് തീർക്കുന്നത്. ഈ പത്തനംതിട്ടയിലും 6 വർഷമായിട്ട്, അതായത് 2019 മുതൽ ഈ പിതാവ്, കുട്ടിയുടെ അച്ഛൻ അതിക്രൂരമായിട്ടാണ് ഈ കുഞ്ഞിനെ കുട്ടിയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. ഒരു ബന്ധം വേർപ്പെടുത്തിയതാണ്, ഭാര്യയും ഭർത്താവും. ഈ കുട്ടിയുടെ അമ്മ വിദേശത്താണ്, അവരിപ്പോൾ നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കുട്ടിയെ പിതാവിന് കൊണ്ടുപോയിരുന്നു, ഇയാളാണ് നോക്കുന്നത്. 6 വർഷമായിട്ട് ഈ 12 വയസ്സുകാരൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇയാൾ ഈ കുട്ടിയെ ചെയ്യുന്നത് ചട്ടുകം ചൂടാക്കിയിട്ട് കയ്യിൽ പൊള്ളിക്കുക, അതുപോലെ ചെറിയ നിസ്സാര കാര്യങ്ങൾക്കൊക്കെയാണ്. കുരുത്തക്കേടൊക്കെ കാണിക്കുന്നു എന്ന് അയാൾ വിചാരിക്കുകയാണ്. കുട്ടികളാകുമ്പോൾ അവർ ഓടിക്കളിക്കും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കയറ് കൊണ്ട് അടിക്കുന്ന പ്ലാസ്റ്റിക് കയറ് കൊണ്ടാണ് കുട്ടിയെ അടിക്കുന്നത്. ഒരു കമ്പെടുത്ത് ഒരടി കൊടുക്കുകയല്ല, പ്ലാസ്റ്റിക് കയറ് വെച്ചിട്ട് അടിക്കുക. അതുപോലെ കൈ പിടിച്ച് ഭിത്തിയിൽ ഇടിക്കുക. ഒരു സൈക്കോ. അപ്പോൾ ഈ സൈക്കിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഇയാൾ കുട്ടിയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടി ഭയന്ന് ഇതാരോടും പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ കുട്ടിക്ക് നിരന്തരം ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുകയാണ് കുട്ടിയെ. അവൻ സൈക്കോ വയ്യാതെ ഇറങ്ങി ഓടി അടുത്ത വീട്ടിൽ അഭയം പ്രാപിച്ചു. ആ വീട്ടുകാരാണ് സ്കൂളിൽ വിവരം അറിയിച്ചു. സ്കൂളുകാർ നേരെ ചൈൽഡ് ലൈനിൽ അറിയിച്ചു. അപ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത്. നിലവിൽ കുട്ടി ശിശു സംരക്ഷണ സമിതിയുടെ സംരക്ഷണത്തിലാണുള്ളത്. ഇനി അമ്മ വന്നതിന് ശേഷമാണ് തീരുമാനിക്കുക എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുക. അഴൂരിലാണ്, പത്തനംതിട്ട അഴൂരിൽ അച്ഛനും മകനുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ഇതുപോലെയുള്ള വേറെയും പിതാക്കന്മാരുണ്ട്, കുട്ടികളെ ഉപദ്രവിക്കുന്ന പിതാക്കന്മാർ. കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയ അച്ഛനും അമ്മയും ചേർന്ന് ഇല്ലാതാക്കിയതുണ്ട്. പിന്നെ കുറേ കേസുകൾ ഇപ്പോൾ ഈ അടുത്തായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതിൽ വളരെ നമുക്ക് ദുഃഖം ഉണ്ടാക്കിയ ഒരു കേസ് നക്ഷത്ര, മാവേലിക്കരയിൽ. ആ കുഞ്ഞിന് 6 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുട്ടിയുടെ പിതാവ് ശ്രീ മഹേഷ് എന്നാണ് അയാളുടെ പേര്. അയാൾ മാവേലിക്കര പുന്നമൂട് സ്വദേശിയാണ്. ഇയാൾ ചെയ്തത്, ആദ്യ ഭാര്യ മരിച്ചുപോയി. അപ്പോൾ ആദ്യ ഭാര്യ മരിച്ചതിന് ശേഷം ഇയാൾക്ക് പുനർവിവാഹം ചെയ്യണം, കല്യാണം കഴിക്കണം. അപ്പോൾ കല്യാണം കഴിക്കാൻ ഈ നക്ഷത്രം ഒരു തടസ്സമാകും എന്നുള്ള ചിന്ത ഇയാൾക്കുണ്ടായി. അങ്ങനെ ആ ചിന്ത ഉണ്ടായപ്പോൾ അതിദാരുണമായിട്ടാണ് നക്ഷത്രയെ കൊന്നത്. ആലോചിച്ചോ, നമുക്കതൊക്കെ അങ്ങനെ ഒരു കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക എന്നൊക്കെ പറയുന്നത് ലോകത്ത് ഏറ്റവും ക്രൂരനായ ഒരാൾക്ക് മാത്രമേ അതൊരു, അല്ലാതെ ഇപ്പോൾ കൊലപാതകങ്ങളൊക്കെ നടക്കും. അതെന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ മുട്ടാൻ പറ്റിയ 2 പേര് തമ്മിലാണ്, അല്ലേ? അത് പകരം കുഞ്ഞുങ്ങളെ, ആ പ്രായത്തിലുള്ള കുട്ടികൾ, അവർക്ക് കുസൃതി ഉണ്ടാകും, അല്ലെങ്കിൽ അവരുടേതായ ഒരു ലോകം ഉണ്ടാകും. അത് മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ കുഞ്ഞിനെ മഴു ഉപയോഗിച്ചിട്ടാണ് ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. മഴു ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയതിന് ശേഷം ഇയാളുടെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കാനായി ഇയാൾ കോടതിയിലേക്ക് കൊണ്ടുപോയി.
കൊണ്ടുപോയിട്ട് തിരികെ ജയിലിലേക്ക് വരുന്ന സമയത്ത് ശാസ്താംകോട്ട എത്തിയപ്പം ട്രെയിനിൽ നിന്ന് ഇയാൾ എടുത്ത് ചാടി അയാളങ്ങനെ മരണപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് 9 വയസ്സുള്ള മകളെ കത്തി കൊണ്ട് ദേഹോപദ്രവം ഏൽപ്പിച്ച ഒരു പിതാവുണ്ട്. അത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് മലയൻകീഴ്. അയാളുടെ പേര് സുരേഷ് എന്നാണ്. ഈ കുട്ടി ഈ മകളാണ്. ഈ മകളെ ഇഷ്ടമല്ല ഇയാൾക്ക്. ചിലർക്ക് അങ്ങനെയാണ് പെൺകുട്ടികളോട്. പക്ഷേ നമുക്ക് എപ്പോഴും പെൺകുട്ടികൾക്ക് അമ്മയോട് സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതൽ അച്ഛനോടാണ്. പിതാവിനും അങ്ങനെ തന്നെ ആയിരിക്കും. അമ്മമാർ ഇത് നമ്മൾ പറയുമ്പോൾ അങ്ങനെ അല്ലെന്ന് ചിലർ പറഞ്ഞേക്കാം. എന്നാലും ആൺകുട്ടികളോട് സ്നേഹമുള്ള അമ്മമാരുണ്ട്. ഒത്തിരി അവർ മുതിർന്നാലും ആൺകുട്ടികളോട് മകനോടാണ് അമ്മയ്ക്ക് ഒത്തിരി സ്നേഹം കൂടുതൽ. അപ്പോൾ ഈ പിതാവ് അങ്ങനെയല്ല. ഇയാൾക്ക് മകളെ ഇഷ്ടമല്ല, മകളെ കണ്ടുകൂടാ. അങ്ങനെ മകളെ ഇഷ്ടമല്ലാത്ത കാരണത്താൽ പലതവണ ഇയാൾ ഉപദ്രവമാണ്. മകളെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ദിവസം ഭാര്യ സഹോദരിയുടെ വീട്ടിൽ ഈ കുട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 9 വയസ്സുകാരിയാണ്. ഇയാൾ കത്തി കൊണ്ട് കുട്ടിയെ പരിക്കേൽപ്പിച്ചു, കുത്തി. അങ്ങനെ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ ധാരാളം അത് കഴിഞ്ഞിട്ടുള്ള കേസുകളെന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഈ ചട്ടുകം പൊള്ളിച്ച് വയ്ക്കുക, തല ഭിത്തിയിൽ പിടിച്ചിടിക്കുക, അതിക്രൂരമായിട്ടാണ് കുട്ടികളോട് പെരുമാറുന്നത് മാതാപിതാക്കൾ. പിന്നെ ഈ കുഞ്ഞുങ്ങൾ തടസ്സമായി നിൽക്കും. ഏതെങ്കിലും ഒരു കാരണത്തിന് തൻ്റെ ജീവിതത്തിന് തടസ്സമായി കുഞ്ഞ് മാറുന്നു. ഇപ്പോൾ ഒരു പുതിയ കേസ് വന്നിട്ടുണ്ട്. അത് ഈ കൂടെ താമസിക്കുന്ന ആളാണ്. അയാൾ, നമുക്കത് പറയാം, അതുകൊണ്ട് ഡീറ്റെയിൽസ് മുഴുവൻ ഞാൻ പറയുന്നില്ല. അയാൾ മറ്റേ യുവതിക്കൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് തടസ്സമാകും, ഒഴിവാക്കണം, ഒരുമിച്ച് താമസിക്കുന്നതിനൊക്കെ തടസ്സമാകും എന്ന് കരുതിയിട്ട് ആ യുവതി ജോലിക്ക് പോയ സമയത്ത്, അപ്പോൾ യുവതി അത് സമ്മതിച്ചില്ല. ചില സ്ത്രീകൾ അങ്ങനെയല്ല, പറഞ്ഞാൽ ഉടനെ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള പരിപാടിയായിട്ട് ഇറങ്ങിക്കളയും. ഒത്തിരി കേസ് അങ്ങനെയുണ്ടല്ലോ. നമ്മളതൊക്കെ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാത്തത്. ഇയാൾ ഈ യുവതി ജോലിക്ക് പോയ സമയത്ത് ഈ കുട്ടിയെ ഇങ്ങനെ കാലിൽ പിടിച്ചിട്ട് നിലത്തടിച്ച് കൊന്നു കളഞ്ഞു. അപ്പോൾ കുട്ടിയുടെ നിലവിളി ഈ യുവതിയെ കേൾപ്പിച്ചു കൊടുത്തു. കേൾപ്പിച്ചിട്ട് ഇയാൾ അവിടെ വിട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ യുവതി തിരികെ വന്നപ്പോഴത്തേക്ക് കുട്ടി മരിച്ചുപോയി. കുഞ്ഞുങ്ങൾ വളരുന്നത്, അവരുടെ ഏറ്റവും വലിയ സംരക്ഷണം, ലോകം എന്ന് പറയുന്നത് അച്ഛനും അമ്മയാണ്. അതാണ് അവരുടെ ലോകം. അപ്പം ആ ലോകത്ത് അച്ഛനും അമ്മയും അവരുടെ ജീവൻ എടുക്കുന്ന ആളുകളായി അവരൊരു പേടി സ്വപ്നമായി മാറുകയാണ്. നമുക്ക് നമ്മുടെ അച്ഛനോടും അമ്മയോടും എന്തും പറയാൻ പറ്റണം, അല്ലേ? അവരോട് നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട്. ഇന്നത്തെ കാലത്തെ പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഫ്രണ്ട്ലിയാണ്, അല്ലാതെ കുട്ടിയെ പേടിപ്പിച്ച് വളർത്തുകയല്ല. ചില മാതാപിതാക്കൾ അങ്ങനെയാണ്, പുറത്തോട്ട് ആരുമായിട്ട് സഹകരിക്കാൻ വിടില്ല, വീട്ടിൽ തന്നെയാണ്, പുറത്തോട്ടില്ല. ഒരു വീട്ടിലെ ഒരു പയ്യൻ മരിച്ച സമയത്ത് ഈ അമ്മ കരയുകയാണ്. അവൻ തൂങ്ങി മരിച്ചു, 16 വയസ്സോ മറ്റോ ഉണ്ട്. തൂങ്ങി മരിച്ചപ്പോൾ അമ്മ കരഞ്ഞത്, എൻ്റെ മോനൊരു പാവമായിരുന്നു, അവൻ ആരുമായും മിണ്ടില്ലായിരുന്നു, അവൻ ആരോടെങ്കിലുമൊക്കെ മിണ്ടണമായിരുന്നു. അപ്പോൾ ആരോടെങ്കിലുമൊക്കെ അവൻ സംസാരിച്ചിരുന്നെങ്കിൽ അവൻ തൂങ്ങി മരിക്കില്ലായിരുന്നു. ജീവിതത്തിൽ നമ്മൾ ഈ കുട്ടികളുടെ ഒരു ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളാണ്. അവർക്കിത് ആരോടാണ് ചെന്ന് പറയേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അവർക്ക് പറയാൻ പറ്റുന്ന ആശ്രയം എന്ന് പറയുന്നത് അച്ഛനും അമ്മയുമാണ്. ഈ അച്ഛനും അമ്മയും പക്ഷേ ഇപ്പോൾ ചെയ്യുന്നത് കുട്ടികളെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ കണ്ടതാണല്ലോ, ഈ ഭർത്താവിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ അമ്മ കുഞ്ഞിനെ ക്രൂരമായി ഉപദ്രവിക്കുന്നു. വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവിടെയും എന്നാൽ സ്വന്തം ശരീരത്തിൽ നോവിക്ക്, അവിടെയും കുഞ്ഞിനെയാണ് ഉപകരണമാക്കുന്നത്. കുഞ്ഞിനെ അതിക്രൂരമായി ഉപദ്രവിച്ചിട്ട് കുഞ്ഞിൻ്റെ ആ നിലവിളിയും കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതെല്ലാം ഭർത്താവിനെ കാണിച്ചു കൊടുക്കുകയാണ്, ഭർത്താവിനെ തോൽപ്പിക്കാൻ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വിചാരിക്കാത്ത തലത്തിലേക്ക് ആളുകളുടെ മനസ്സ് മാറിപ്പോവുകയാണ്. സൈക്കിക് പ്രോബ്ലം മൊത്തത്തിൽ. ഈ സൈക്കോകളെല്ലാം കൂടെ പിടിച്ച് നാട് കടത്തി വേറെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടണം, ഇവിടെ എങ്ങും താമസിപ്പിക്കരുത്. അപ്പോൾ കുട്ടികളൊക്കെ സന്തോഷത്തോടെ, ഈ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ആളുകൾക്ക് ഉപദ്രവിക്കാൻ തോന്നുന്നത്. നമ്മളൊരു കുട്ടിയൊക്കെ ഇങ്ങനെ, നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുമ്പിലൊരു കുഞ്ഞുണ്ടെങ്കിൽ നമ്മളതിനെ നോക്കി ചിരിക്കില്ലേ? കുട്ടിയെ നോക്കി ചിരിക്കും, കുട്ടി ഇങ്ങോട്ട് നമ്മളെ നോക്കി ചിരിക്കും.
അത് നമ്മുടെ ഉള്ളിൽ ഒരു മനുഷ്യത്വം ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ള നിലയിൽ കുട്ടി നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. അതില്ലാത്ത ആളുകളാണ് കുട്ടി ചെയ്യുന്നത്. കുഞ്ഞുങ്ങളാകുമ്പോൾ ഓടും ചാടും അതെല്ലാം ചെയ്യും. അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയുള്ളവരും മുതിർന്നവരാകുന്നത് എങ്ങനെയാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് അറിയാൻ വയ്യാതെ വരുമ്പോഴാണ് ഈ മനോനില തെറ്റിയിട്ട്, അപ്പോൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പെട്ടെന്ന് പറയാൻ പറ്റുന്നത് അയാൾ മനോനില തെറ്റിയ ആളായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെയൊന്നുമല്ല. കൊടും ക്രിമിനലാണ് ഇയാൾ. നമ്മളീ പറഞ്ഞതിൽ ഓരോത്തിലും ക്രിമിനലാണ്. ഇപ്പോൾ 6 വർഷമായിട്ടൊരു കുട്ടിയെ നിരന്തരം ഉപദ്രവിക്കുക. ആ കുട്ടി ഭയം കൊണ്ട് ആരോടും പറയാതിരിക്കുകയാണ്. അവന് സഹി കെട്ടിട്ടാണ്, ആ കുഞ്ഞിനെ സഹി കെട്ടിട്ടാണ് ഇറങ്ങി ഓടുന്നത്. ഇനി പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് പുറം ലോകം അറിയുന്നത്. അപ്പോൾ ഭാര്യയോടുള്ള ദേഷ്യം ഉണ്ടാകാം, അല്ലെങ്കിൽ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നുള്ള ചിന്തയുണ്ടാകാം. അതിനെ പോസിറ്റീവായിട്ട് കണ്ടിട്ട് ജീവിതത്തെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധിയെ തരണം ചെയ്യണം. നിങ്ങൾ ഈ ചൈനീസ് പഴമൊഴിയുണ്ട്, അതായത് പ്രതിസന്ധി എന്ന് പറയുന്നതാണ് ജീവിതത്തെ വിജയിപ്പിക്കാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ്, അതിനൊരു വാക്കുണ്ട്, അത് ഞാൻ മറന്നു, അതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു വെയ്ച്ചി എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ പ്രതിസന്ധി തരണം ചെയ്യണം, അപ്പോഴാണ് വിജയിക്കുന്നത്. ഈ ആളുകളെല്ലാം അങ്ങനെയാണ്. അതിന് പകരം കൂടെയുള്ള കുഞ്ഞിനെ ഉപദ്രവിക്കുക, ഭാര്യയെ ഉപദ്രവിക്കുക, അങ്ങനെയൊന്നും ചെയ്യുന്നതല്ലല്ലോ ശരിയായ കാര്യം. എന്തായാലും കുറച്ച് കാലം അവിടെ കിടക്കട്ടെ. ഈ കുട്ടിയെ അമ്മയെ ഏൽപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അമ്മ വളർത്തട്ടെ, അമ്മയ്ക്ക് കുഞ്ഞിനെ. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ് അമ്മയോട് വരുന്നതെന്ന് വെച്ചാൽ, അമ്മയ്ക്കാണ് കുറച്ചുകൂടെ വൈകാരികമായി കുഞ്ഞിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അച്ഛനും മനസ്സിലാവും, പിതാക്കന്മാർക്കും മനസ്സിലാവും. പക്ഷേ ഇങ്ങനെയുള്ള പിതാവൊക്കെ ഉള്ളിടത്ത് കുഞ്ഞിനെ കൂടെ നിർത്തുക എന്ന് പറയുന്നത് അപകടകരമാണ്. ശരി.